ബംഗാൾ കത്തിയെരിയുമ്പോൾ ബി.ജെ.പി ഗംഭീരമായി തന്നെ അത് മുതലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി അനുഭാവമുള്ള ഗവർണർ സി.വി. ആനന്ദ ബോസാണ് അവിടെ ബി.ജെ.പിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത്. ബംഗാളിലെ സ്ഥിതിഗതികൾ തകർന്നുവെന്നും രാഷ്ട്രപതി ഭരണം ആവശ്യമാണെന്നും ഗവർണർ തന്നെ ശുപാർശ ചെയ്യുകയാണ്. രാഷ്ട്രപതി ഭരണം വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എളുപ്പത്തിൽ ബംഗാളിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത. ബി.ജെ.പിയും രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്. നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും ആയിരങ്ങൾ നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥയും വന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെ രാഷ്ട്രപതി ഭരണം വേണമെന്ന് ഒരു ഗവർണറും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം മണിപ്പൂർ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആളുകൾ വെട്ടിയും കുത്തിയും മരിച്ചാലും രാഷ്ട്രപതി ഭരണമോ പ്രത്യേക അന്വേഷണ കമ്മീഷനോ ഒന്നും എത്തി നോക്കില്ല. അതേസമയം പ്രതിപക്ഷ കക്ഷികൾ ഭരണത്തിൽ ഇരിക്കുന്ന സംസ്ഥാനത്ത് ഒരു പടക്കം പൊട്ടിയാൽ അപ്പോൾ തന്നെ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യവുമായി ഗവർണർ തന്നെ രംഗത്തിറങ്ങും. മണിപ്പൂരിൽ നടന്നതിനെ അപേക്ഷിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും ബംഗാളിൽ ഇല്ല എന്നതാണ് വസ്തുത. സംസ്ഥാന സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തമാണെങ്കിലും അതൊരു കമ്മ്യൂണൽ റൈറ്റ്സ് ആയി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കൽ പരിപാടിയുമായി ഗവർണറെ ബി.ജെ.പി ബംഗാളിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആർ.ജി. കർ കോളേജിലെ പി.ജി. ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ബംഗാളിൽ ഭരണ പ്രതിസന്ധിയാണെന്നാണ് ഗവർണർ പറയുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില രാഷ്ട്രപതിയെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കണമെന്നും ഗവർണർ പറയുന്നുണ്ട്. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ ആനന്ദ ബോസ് ഡൽഹിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നിർണായകമായ തീരുമാനം ഉണ്ടാകാനുണ്ടെന്നും ഗവർണർ പറയുന്നുണ്ട്. എന്താണ് തീരുമാനമെന്ന് പരസ്യമായി പറയാനാകില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സജീവമായ ശ്രദ്ധയുണ്ടെന്നും ആനന്ദ ബോസ് പറയുന്നുണ്ട്. സ്ത്രീകളോട് ക്രൂരത കാട്ടുക മാത്രമല്ല, ക്രൂരത കാട്ടിയവരോട് ന്യായീകരിക്കുന്ന രീതിയിൽ പെരുമാറുക കൂടിയാണ് ബംഗാൾ സർക്കാർ ചെയ്യുന്നത് എന്നും സി.വി. ആനന്ദ ബോസ് ആരോപിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതൊരു സംസ്ഥാനത്തിന് മാത്രം വേണ്ടതല്ല, രാജ്യത്ത് ഉടനീളം വേണം. ഒരു ഗവർണർ എന്ന നിലയിൽ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക എന്നത് തന്റെ ചുമതലയാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ശുപാർശ ഗവർണർ നൽകിയാൽ അത് ഔദ്യോഗികമായ നടപടിയായി കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ബംഗാൾ സർക്കാർ ഗവർണറുടെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പല്ലും നഖവും ഉപയോഗിച്ച് ഗവർണറുടെ നീക്കം പൊളിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജനങ്ങളും സർക്കാരും തമ്മിലുള്ള തുറന്ന പോരിനിടെ ഗവർണർ ഔദ്യോഗിക അധികാരം ഉപയോഗിക്കാൻ തീരുമാനിച്ചതോടെ മമതാ സർക്കാരിന്റെ പതനത്തിലേക്ക് കൂടിയാണ് അത് വിരൽ ചൂണ്ടുന്നത്.